വയനാട് നൂൽപ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മനുവാണ് മരിച്ചിരിക്കുന്നത്. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ മൃതദേഹം ഈ അപകട സ്ഥലത്ത് നിന്ന് മാറ്റാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? പുതുതായി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് സുർജിത്ത്? നിലവിൽ മൃതദേഹം മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന്റെ നടപടിക്രമങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇങ്ങനെ ഒരു തിട്ടയുണ്ട്. അതായത് വയൽ പോലെയുള്ള ഭാഗമാണ്. അതിൽ ആ ഒരു തിട്ടയിലാണ് മൃതദേഹം കിടക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തി പരിശോധന നടത്തുകയാണ്. മൃതദേഹം മാറ്റിയിട്ടില്ല. നാട്ടുകാർ ഉൾപ്പെടെ അവിടേക്ക് ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ആ പ്രദേശത്ത് കാട്ടുനായ്ക്ക വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളാണ് മരിച്ചിരിക്കുന്നത്. അവിടെ ഒരു ഉന്നതിയുണ്ട്. ആ ഉന്നതിയിൽ ആ മേഖലയിൽ നേരത്തെ ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ആ ആളുകളെ സംബന്ധിച്ച് അവരെ എല്ലാം തന്നെ ഈ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി ഉൾപ്പെടുത്തി മറ്റു മേഖലയിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. അപ്പോഴും ഈ ഗോത്ര കുടുംബങ്ങൾ അവിടെ തന്നെ കുടുങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അവരെ മാറ്റി പാർപ്പിച്ചിട്ടില്ല. അതിന്റെ ഭാഗമായി തന്നെ അവർക്ക് സാധനങ്ങളെല്ലാം വാങ്ങണമെങ്കിൽ അത് പുറത്തേക്ക് വനം ചുറ്റി വനത്തിലൂടെ കടന്നു വേണം പോകാൻ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ഇന്നലെ ഭാര്യയുമൊത്ത് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം മനുവിന് നേരെ ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. ഈ സ്ത്രീയെ, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. അത് പൂർണ്ണമായും സ്ഥിരീകരിച്ച വിവരമല്ല. അത് ലഭ്യമാകുന്നതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആളുകളെല്ലാം തന്നെ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അവർ ആ പ്രദേശത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഇന്നലെ രാത്രിയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് മൃതദേഹത്തെ സംബന്ധിച്ചുള്ള മൃതദേഹം കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പ്രദേശത്ത് തൊഴിലാളികൾ കാട്ടാനയെ കണ്ടിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. ആ കാട്ടാനയെ കണ്ടതിനെ തുടർന്ന് നടത്തിയ അത്തരത്തിലുള്ള തെരച്ചിലാണ് ഈ കൊല്ലി പോലെയുള്ള ഒരു പ്രദേശത്ത്, അതായത് ഈ കണ്ടം പോലെയുള്ള ഈ കൃഷി നേരത്തെ നടത്തിയിരുന്ന കണ്ടം പോലെയുള്ള പ്രദേശത്ത്, ആ പ്രദേശത്താണ് ഇങ്ങനെ ഈ മൃതദേഹം കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നീടാണ് അന്വേഷണം നടത്തിയതും. അവിടെ കാട്ടാനയുടെ സാന്നിധ്യം നിരന്തരമുള്ള പ്രദേശമാണ്. കാട്ടാന മാത്രമല്ല മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് മറ്റു വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നാടിനെ ഞെട്ടലുണ്ടാക്കുന്ന വിധത്തിലാണ് ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണം തുടർച്ചയായ രീതിയിൽ തന്നെ സംഭവിക്കുന്നത്. അതായത് അപകട സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ഈ കാട്ടാന ശല്യം പതിവായിട്ടുള്ള മേഖലയാണ് ആ പ്രദേശം എന്നുള്ള കാര്യം നേരത്തെ അബു താഹിർ നമ്മളോട് സംസാരിക്കുമ്പോൾ, 24-ന്റെ പ്രാദേശിക പ്രതിനിധി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. എന്താണ് അവിടെയുള്ള പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സുർജിത്ത്? പ്രദേശവാസികളെല്ലാം തന്നെ അവിടേക്ക് എത്തുന്നതേയുള്ളൂ. അതായത് ആ മേഖലയിലേക്ക് ആളുകൾ, ആ പ്രദേശത്തുള്ള ആളുകൾ, അതായത് ഈ ഊരിലെ ആളുകളെല്ലാം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചതെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊപ്പമാണ് അദ്ദേഹം വന്നിരുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരം, അത്തരത്തിൽ സ്ഥിരീകരിക്കാത്ത വിവരം നമുക്ക് ലഭ്യമാകുന്നു. എന്തായാലും മറ്റ് നടപടിക്രമങ്ങൾ ഇവിടെ തുടരുകയാണ്. നടപടിക്രമങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം അവിടെ നിന്നും പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കും. ആ നടപടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഈ ബത്തേരിയിൽ നിന്ന് ഈ വഴി എന്ന് പറയുന്നത് ഊട്ടിയിലേക്ക് പോകുന്ന അന്തർ സംസ്ഥാന പാതയാണ്. ആ അന്തർ സംസ്ഥാന പാതയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് ഇങ്ങനെ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഉന്നതി എന്ന് പറയുന്നത് ഒരൊറ്റപ്പെട്ട ഉന്നതിയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഉന്നതിയാണ്. അവിടെയാണ് ഈ ഒരു സംഭവം, അതിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് പാട്ടവയൽ ഭാഗത്ത്, അതായത് പാട്ടവയൽ എന്ന് പറയുന്നത് അത് തമിഴ്നാടിന്റെ ഭാഗമാണ്, തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശമാണ്. നൂൽപ്പുഴ എന്ന് പറയുന്നത് ഈ അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അവിടെയാണ് അത് വലിയ രീതിയിൽ വന്യമൃഗശല്യമുള്ള പ്രദേശം ഉള്ള അത്തരത്തിലുള്ള പ്രദേശമാണ് ഇത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ മേഖലയിൽ ഇങ്ങനെ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു. ഒരു 45-കാരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ആളുകളെല്ലാം തന്നെ അവിടേക്ക്, ആ മേഖലയിലേക്ക് തിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. സുർജിത്ത്, ഈ മനുവിന്റെ ഭാര്യയെക്കുറിച്ച് ഇതുവരെ വിവരമില്ല എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്.
ആ കാടും ആ മേഖലയും ഒക്കെ നന്നായി അറിയുന്ന ആളുകളാണ്. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നലെ വൈകിട്ട് നടന്ന സംഭവമാണ് അത്. അവർ സ്വാഭാവികമായും വന്ന് മറ്റാളുകളോട് പറയാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. അതിനിടയിൽ ഇവരെക്കുറിച്ച് വിവരമില്ല എന്നുള്ളതൊരു വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരമാണല്ലോ. അത് സ്ഥിരീകരിക്കാത്ത വിവരമാണെങ്കിൽ കൂടി. സ്വകാര്യ കൃഷിയിടത്തിലാണ് മൃതദേഹം എന്നുള്ള തരത്തിലുള്ള പുതിയ വിവരം നമുക്ക് ലഭ്യമാകുന്നു. അതൊരു സ്വകാര്യ കൃഷിയിടമാണ്. ആ കൃഷിയിടത്തിൽ ഈ നെൽവയൽ പോലെയുള്ള പ്രദേശത്ത് അവിടെയാണ് ഈ മൃതദേഹം കാണപ്പെട്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു സ്ഥിരീകരിക്കാത്ത വിവരം നമുക്കുണ്ട്. എന്തായാലും അത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു പ്രദേശത്താണ്. കാട്ടാനയുടെ ശല്യം ഇന്ന് രാവിലെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ ഈ കാട്ടാന ആ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു അറിയിപ്പ് കൂടി നൽകിയിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു മൃതദേഹം കിടക്കുന്നതായിട്ട് കണ്ടത്. മൃതദേഹം മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിൽ മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു. വിശദാംശങ്ങൾ നൽകുകയാണ് ഇപ്പോൾ പൊതുപ്രവർത്തകൻ, ആ മേഖലയിലെ പൊതുപ്രവർത്തകനായ സുനിൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുനിൽ, വളരെ വേദനാജനകമായ വാർത്തയാണ്. ഒരു ജീവൻ കൂടി നമുക്ക് നഷ്ടമാവുന്നു. എന്താണ് സുനിലിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം? ഈ മനുവും ഭാര്യയും കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? താങ്കൾക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്താണ് സുനിൽ? ഇതിന്റെ വ്യക്തമായിട്ട് നമുക്കറിയില്ല. ഞാൻ ഇവിടുന്ന് എന്റെ വീടുമായിട്ടൊരു 3 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവര് പണി കഴിഞ്ഞ് കടയിൽ പോയതാണെന്നാ പറയണേ, ഭാര്യയും ഭർത്താവും കൂടി. അപ്പൊ പുഴയുടെ സൈഡിൽ ഈ പുഴയോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. ഒരു സൈഡ് കാട്, ഒരു സൈഡ് കൃഷി സ്ഥലമാണ്. ഇത് രാവിലെ ആരാണ് ഈ മൃതദേഹം കാണുന്നത്? ആരാണ്? അതിനെപ്പറ്റി ഒന്നും അറിയില്ല സാർ. ഞാനിപ്പോ 3 ഇപ്പൊ അറിഞ്ഞുള്ളൂ. ഞാനിപ്പോ അന്വേഷിച്ചോണ്ടിരിക്കുക. ഈ സുനിലിന്റെ ഭാര്യ രക്ഷപ്പെട്ടിട്ടുണ്ടോ? അവരെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഭാര്യനെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഫോറസ്റ്റുകാരൊക്കെ പോയിട്ടുണ്ട് അങ്ങോട്ട്. ഇതിങ്ങനെ നിരന്തരം ഈ കാട്ടാനശല്യം ഉണ്ടാവുന്ന ഒരു മേഖലയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ഇവരെ താമസിക്കുന്ന വീടൊക്കെ ആന തട്ടുമൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് വന്നിട്ട്. വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു മേഖലയാണെന്ന് തോന്നുന്നു അല്ലേ? അവിടെ 2-3 കുടുംബത്തേ ഉള്ളൂ, ആദിവാസി കുടുംബം. മറ്റൊക്കെ ലൊക്കേഷനിൽ അവരൊക്കെ മാറിപ്പോയി. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പൊതുപ്രവർത്തകൻ സുനിൽ അദ്ദേഹത്തിന് ലഭ്യമായ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വളരെ വേദനാജനകമായ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. വയനാട് നൂൽപ്പുഴയിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മനുവാണ് മരിച്ചത്. മനുവിന് 40 വയസ്സാണ് പ്രായം. മനുവും ഭാര്യയും കൂടി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആ അപകടം നടന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ്. മൃതദേഹം അവിടെ നിന്ന് ഇതുവരെ മാറ്റിയിട്ടില്ല. പ്രദേശവാസികളൊക്കെ അവിടേക്ക് വിവരമറിഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് അല്പം കൂടി വ്യക്തത വരും മണിക്കൂറുകളിൽ വരും. വനത്തിലൂടെ തന്നെ അവർക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. അതാണ് ഈ ഒരു അപകടത്തിന് വഴിവെച്ചിരിക്കുന്നത്. 4-5 കുടുംബങ്ങൾ മാത്രമാണ് ആ പരിസരത്ത്, ഈ അപകടം നടന്ന പരിസരത്ത് താമസിക്കുന്നത് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. കാട്ടാനശല്യം രൂക്ഷമായ മേഖലയാണ് എന്നുള്ള കാര്യം അവിടെയുള്ള നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരം, ഈ മനുവിൻ്റെ ഭാര്യയും കൂടിയാണ് കടയിലേക്ക് ഇന്നലെ വൈകിട്ട് പോയത്. മനുവിൻ്റെ ഭാര്യയെക്കുറിച്ച് ഇതുവരെ വിവരമില്ല എന്ന് സ്ഥിരീകരിക്കാത്ത, ഇങ്ങനെ അത് ആളുകൾ പറഞ്ഞു കേൾക്കുന്ന വിവരമാണ്, സ്ഥിരീകരിച്ച വിവരമല്ല. ഇപ്പോൾ പൊതുപ്രവർത്തകനായ സുനിലിനോടും പ്രാദേശിക പ്രതിനിധിയായ 24-ൻ്റെ പ്രാദേശിക പ്രതിനിധിയായ അബു താഹിറുമൊക്കെ അത്തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. എന്താണ് അത് സംബന്ധിച്ച് ഉള്ള വിവരം എന്ന കാര്യത്തിലൊരു വ്യക്തത ഉടൻ വരും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടമാവുന്ന സാഹചര്യമാണ്. സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, പുതിയ വിവരങ്ങളുണ്ടോ? സുർജിത്ത്, ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഇത്തരത്തിലൊരു മൃതദേഹം കാണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നാട്ടുകാർ തെരച്ചിൽ നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ കാണാനില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം അത് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല. മേഖലയിൽ ആളുകൾ എത്തുന്നതേയുള്ളൂ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ എത്തുന്നതേയുള്ളൂ. ആ പ്രദേശത്തുള്ള ആളുകൾ, അതായത് അവിടെ ജീവിക്കുന്ന ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഉന്നതിയിൽ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവർ അവിടേക്ക് പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ മാത്രമല്ല ഈ പഞ്ചായത്തിന്റെ ഉൾപ്പെടെ ഭരണസമിതി ഉൾപ്പെട്ട ആളുകൾ, വാർഡ് അംഗങ്ങൾ, ജനപ്രതിനിധികളെല്ലാം തന്നെ ആ മേഖലയിലേക്ക് എത്തുന്നതേയുള്ളൂ. അല്പസമയം മുമ്പാണ് ഈ വിവരം
പുറത്തു വരുന്നത്. ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ ഒരു മരണം ഉണ്ടായിട്ടുണ്ടെന്നും എന്നുള്ള വിവരം പുറത്തു വരുന്ന അല്പസമയം മുമ്പാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് ആളുകൾ, പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ എത്തുന്നതേ ഉള്ളൂ. എന്തായാലും അതൊരു അതിദാരുണമായ സംഭവം, അത് വയനാട്ടിൽ ഒരു തുടർച്ചയാകുന്നു. ഈ നേരത്തെ തലപ്പുഴയിൽ ഒരു കടുവാക്രമണത്തിൽ ഒരു മരണം നടന്ന അധിക ദിവസം പോലും ആയിട്ടില്ല. ഇന്നലെ ഇടുക്കിയിൽ ഒരു കാട്ടാനാക്രമണത്തിൽ മരണം നടന്ന മണിക്കൂറുകൾക്ക് ഇടയിലാണ് അങ്ങനെ ഒരു സംഭവം കൂടി ആവർത്തിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇത് ഈ കാട്ടുനായ്ക്ക ഉന്നതിയാണ്. വിരലിലെണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമാണ് അവിടെ ജീവിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിലുള്ള ആളുകളെ എല്ലാം തന്നെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഗോത്ര വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകൾ മാത്രമാണ് ആ പ്രദേശത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് സാധനങ്ങൾ വാങ്ങാനും മറ്റും. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ വാർഡ് മെമ്പർ സിന്ധു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മെമ്പർ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? എന്താണ് സംഭവിച്ചത്? ഞാനും ആ സ്ഥലത്ത് എത്തിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അവിടെ ഇന്നലെ കടയിൽ പോയി സാധനം വാങ്ങി വരുന്ന ആളായിരുന്നു. അപ്പോ ദാരുണമായി ഇപ്പോൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. അവിടെ അറിയായിരുന്നല്ലോ, നമ്മുടെ മാറ്റിപ്പാർപ്പിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ കുടുംബങ്ങളും പോയതാണ്. ആദിവാസിയിൽപ്പെട്ട ആളുകൾ മാത്രമാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ അവിടെ ചെന്നാലേ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. സിന്ധു, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ മനുവിനൊപ്പം ഉണ്ടായിരുന്ന മനുവിന്റെ ഭാര്യയെക്കുറിച്ച് വിവരമില്ല എന്ന തരത്തിലൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് കേൾക്കുന്നു. എന്താണ് അത് സംബന്ധിച്ച് സിന്ധുവിന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? സിന്ധു? ഇല്ല, അതുമായി ബന്ധപ്പെട്ട് അറിയത്തില്ല. ഒരു വിരുന്ന് വന്നതാണ് അവിടേക്ക്. ശരി, അവിടെ എത്തിയതിനു ശേഷം സിന്ധു കൂടുതൽ വിവരങ്ങൾ നമുക്കായി പങ്കുവെക്കും എന്ന് കരുതുന്നു. വാർഡ് മെമ്പർ സിന്ധു ആണ് പ്രതികരിച്ചത്. നമുക്ക് ചെറിയൊരു ഇടവേളയിലേക്ക് പോകണം. ഇന്നലെ ഇടുക്കിയിൽ ഒരു വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടമായി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. തുടർച്ചയായി വന്യജീവി ശല്യം, കാട്ടാന ആക്രമണമൊക്കെ നേരിടുന്ന മേഖലയാണ്. അവിടെ ഒരു ആദിവാസി യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുന്നു. 40 വയസ്സുള്ള മനുവിനാണ് കടയിൽ പോയി മടങ്ങി വരവെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ജീവൻ നഷ്ടമായിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് ദൃശ്യങ്ങളിൽ കാണാം.